അത് മനുഷ്യ സഹജമാണത്. ഒരിക്കലെങ്കിലും നമ്മൾ അത് ഈ സ്നേഹത്തിൽ പെടുന്ന ഒരു സാധനമാണ്. ഈ സ്നേഹിക്കുന്നവർ നമ്മളെ അടുത്ത് എന്തെങ്കിലും കാണിക്കുമ്പോഴേ വേദനപ്പെടുന്നത്. ഒരാളും നമ്മളെ വേദനിപ്പിക്കാതെ പോയിട്ടില്ല. അതെ, മനസ്സിലായി. ആ ഒരു കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ആ സെൻസോടുകൂടി എടുക്കുന്നത്. അല്ല, എപ്പോഴും ചിരിച്ച മുഖമാണ് അല്ലേ? അതല്ലേ നല്ലത്. തീർച്ചയായും അത്ര മുഖം കാണാനാണ് എനിക്കൊക്കെ ഇഷ്ടം. ഫിറോസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും അത് തന്നെ ഇഷ്ടം. എപ്പോഴും ചിരിച്ച മുഖം. ഞാൻ ഫിറോസിന്റെ 2 ഇന്റർവ്യൂ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. ഫിറോസ് അവിടെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. ഫിറോസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നാണ് ഫിറോസിൽ കാണേണ്ട ഒരു ക്വാളിറ്റി ഞാൻ കണ്ടത്. ഒന്നും മറയില്ലാതെ പറഞ്ഞു പോകുന്നു. അവിടെ ഞാൻ നിന്റെ ഒന്ന് ഇത് ചെയ്തോട്ടെ. ഈ മറയില്ലാതെ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അഭിനയിക്കുന്ന മനുഷ്യരുണ്ട്, ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ അഭിനയിക്കുമ്പോഴാണ് മറ്റുള്ളവർ എന്ത് കരുതും. എല്ലാവരും മുമ്പിൽ അഭിനയമായിരിക്കും. അവർ ഏറ്റവും വലിയ കള്ളന്മാരവർ. മനസ്സിലാവും. നേരെ ജീവിക്കുന്നവർ മറ്റുള്ളവർ എന്ത് കരുതുന്നു ഒരിക്കലും തോന്നുന്നത് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ്. ക്യാമറയ്ക്ക് പിന്നാലും എല്ലാം. എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിന്. അവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനെന്ന വ്യക്തിയെ സ്നേഹിച്ചു, ഞാനായിരിക്കും സ്നേഹിച്ചാൽ മതി. ഞാനൊരു മാസ്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു അഭിനേതാവായിരുന്നിട്ട് അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഞാൻ കണ്ട ഭൂരിപക്ഷം ആൾക്കാരും അഭിനേതാക്കളാണ്. അവരെന്ത് കരുതും, ഞാൻ ഇങ്ങനെ പെരുമാറണം എന്ന് കരുതി പെരുമാറി മസിലും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഞാൻ ജീവിക്കുക. ജനിച്ചു, ഒരു ചോദ്യം ജനിച്ചു മരിക്കും. ഇപ്പൊ ഞാൻ ജീവിക്കുകയാണ്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ ഈ ബന്ധങ്ങള് ഞാനൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാന്ന്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള ആഗ്രഹക്കാരനാണ്. പിന്നെ നമ്മൾ ഒരേ കമന്റുകൾ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള കമന്റുകൾ തന്നെ വന്നു. കൃത്യമായിട്ട് ആലോചിച്ച് എടുത്തു ചാടി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ച് തന്നെ തീരുമാനിച്ചു. നിങ്ങൾ പരസ്പരം പറഞ്ഞു തന്നെ പിരിയുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നിങ്ങളുടെ അപ്പുറത്തേക്ക് വേദനിക്കുന്ന കുടുംബമാണ്. സീരിയസ്ലി നിങ്ങളുടെ കുടുംബം അങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം സജന പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഞാൻ പറയാം. സജന പറഞ്ഞ എനിക്കിപ്പോഴും ഫിറോസിക്കാട് ഉമ്മ എൻ്റെ ഉമ്മയാണ്, ഫിറോസിക്കാട് പെങ്ങന്മാര് നാത്തൂനല്ല എന്നാണ് സജന പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾ കുടുംബത്തില്. തിരിച്ച് ഞാനും അങ്ങനെയാണ്. നിങ്ങൾ അതാണ് ഞാൻ പറയാം, അങ്ങനെ തന്നെയാണ് അല്ലെ? നിങ്ങൾ ഫിറോസും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ കുടുംബങ്ങളുടെ ഒരു വേദന നിങ്ങൾ കാണുന്നില്ല. അത് പോയതിൽ ഒരു സീരിയസ്ലി അത് നമ്മൾ മറ്റുള്ളവരുടെ വേദനകൾ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും വർഷം നീണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം മറ്റുള്ളവർക്ക് അത്രയും വാല്യൂ കൂടെ കൊടുത്തത് കൊണ്ടാണ്, നമ്മുടെ വാല്യൂക്കാളും മറ്റുള്ളവർക്ക് കൂടെ വാല്യൂ കൊടുത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾ ഇത്രയും വർഷം നീണ്ടുപോയത് തന്നെ. ഇനി ഇതിലും വലിയ വേദന ഞങ്ങളുടെ കുടുംബങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.